ഡാനി, മറ്റൊന്ന് യാക്കോബായ സഭാ പരമാധ്യക്ഷൻ ഇഗ്നാത്തിയോസ് അഫ്രേം ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാവ ഇന്ന് വിശ്വാസ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്നുണ്ടല്ലോ. അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാകും പങ്കുവയ്ക്കുക? അശ്വതി, ഇന്ന് പുത്തൻകുരിശിൽ അദ്ദേഹം വിശ്വാസ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് എന്ന് പറയുന്നത് കാലം ചെയ്ത ബസേലിയസ് തോമസ് പ്രഥമൻ ഭാവയുടെ 40ാം ഓർമ്മ ദിനമാണെന്ന്. അതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം കൊച്ചിയിലേക്ക് എത്തിയിരിക്കുന്നത്. 10 ദിവസത്തെ സന്ദർശനമായിരുന്നു അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത്. അത് സിറിയയിലെ ആഭ്യന്തര വിഷയങ്ങൾ മൂലം അത് വെട്ടിച്ചുരുക്കി നാളെ അദ്ദേഹം മടങ്ങുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണിന്നത്. കാരണം ഈ നേരത്തെ പറഞ്ഞിരിക്കുന്ന പരിപാടിയിൽ ഏറ്റവും സുപ്രധാനമായ ഒരു പരിപാടി ഈ ദിവസത്തെയാണ്. അത് ഇന്ന് വിശ്വാസി സമൂഹത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. അതിൽ ഓർമ്മദിനത്തിൻ്റെ പ്രാർത്ഥനാ ചടങ്ങുകളും കുർബാനയ്ക്കും ശേഷമാണ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം വിശ്വാസി സമൂഹത്തെ അഭിസംബോധന ചെയ്യുക. അതിലേറ്റവും പ്രധാനം പുതിയ കത്തോലിക്ക ഭാവിയായി ജോസഫ് മാർ ഗ്രിഗോറിയോസിനെ നേരത്തെ തന്നെയും അദ്ദേഹത്തെ ശുപാർശ ചെയ്തതും അദ്ദേഹമാണ് ഇനി സഭയെ നയിക്കേണ്ടതെന്നതടക്കമുള്ള ധാരണകളിലേക്കുമെല്ലാം തന്നെ എത്തിയതാണ്. പക്ഷേ ഇതുവരെ അതിൻ്റെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. ഇന്നലെ കുർബാന മധ്യ മലയക്കുരിശ് ദയറായിൽ നടന്ന കുർബാന, അതിനിടയിൽ വിശ്വാസികളോട് നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം അത് സൂചിപ്പിക്കുകയും ചെയ്തു. പുതിയ ഇടയൻ സഭയ്ക്കുണ്ടായിരിക്കുന്നു. അതിൽ ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ വൈകാതെ ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ഒരുപക്ഷെ ഇന്നത്തെ അനുസ്മരണ സമ്മേളനത്തിൽ അദ്ദേഹം നടത്തിയേക്കും. ഒപ്പം എല്ലാവരും ഉറ്റുനോക്കുന്നത് രണ്ട് സഭകൾ തമ്മിലുള്ള നിരന്തരമായ ഒരു വൈര്യം നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിന് ഇപ്പുറത്തേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു. ചില സമാധാന ചർച്ചകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഭകൾ ഒരുമിച്ച് പോകണം എന്നൊരു ആശയം, ചില ചർച്ചകൾ നടത്താമെന്ന് ഇരുഭാഗത്തു നിന്നും ആശയങ്ങൾ ഉയർന്ന ഒരു സമയം കൂടിയാണ്. ഇന്നലെ നടത്തിയ പ്രസംഗത്തിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം വിശദീകരിച്ചത് സഭ ഐക്യത്തോടെ ഒരുമപ്പെട്ട് മുന്നോട്ട് പോകണം, ഒരു ചർച്ചയോട് മുഖം തിരിക്കില്ല, സർക്കാർ നടത്തുന്ന ശ്രമങ്ങളെ സ്വാഗതം ചെയ്യുന്നു, ഏത് ചർച്ചകളിലേക്ക് നീങ്ങാനും സന്നദ്ധമാണ്, ഒരുക്കമാണ് എന്ന രീതിയിലുള്ള സൂചനകളാണ് അദ്ദേഹം നൽകിയത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാവരും ഉറ്റുനോക്കുന്നത് അത്തരമൊരു ചർച്ചകളിലേക്ക് നീങ്ങുവാൻ യാക്കോബായ സഭയെ അദ്ദേഹം നിർദ്ദേശിക്കുമോ, എന്താണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം വിശദീകരിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ തന്നെയാണ് എല്ലാവരും പാത്രിയാർക്കീസ് ബാവയുടെ പ്രസംഗത്തിൽ ഉറ്റുനോക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദമാക്കൽ അദ്ദേഹം പ്രസംഗത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയോടെ കാണുന്നത്. നാളെ അദ്ദേഹം തിരിച്ച് മടങ്ങും ദമാസ്കസിലേക്ക്. സിറിയയിലെ ദമാസ്കസിലേക്ക് ഇപ്പോൾ പോകുമോ എന്ന കാര്യങ്ങൾ വ്യക്തമല്ല. അദ്ദേഹം ദുബായ്ക്ക് മടങ്ങും. തുടർന്ന് സാഹചര്യങ്ങൾ നിരീക്ഷിച്ച ശേഷമായിരിക്കും സിറിയയിലേക്ക് മടങ്ങുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ നടത്തിയ പ്രസംഗത്തിലും അദ്ദേഹം പറഞ്ഞു സിറിയയ്ക്കും ഈ പൂർവേഷ്യൻ രാജ്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം, അവിടെ ആഭ്യന്തര വിഷയങ്ങൾ വലിയ രീതിയിൽ തന്നെ പ്രശ്നങ്ങളിലേക്ക് വന്നിരിക്കുന്നു എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് അദ്ദേഹം കടന്നില്ല. ഒരുപക്ഷെ തൻ്റെ തിരിച്ചുപോക്ക്, മടങ്ങിപ്പോക്ക് എന്നതിനെ സംബന്ധിച്ചുകൂടി അദ്ദേഹം ഈ വിശ്വാസികളെ അഭിസംബോധന ചെയ്യുമ്പോൾ കൂടുതൽ വ്യക്തമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അശ്വതി, എന്തായാലും ഡാനിയുടെ ശബ്ദം മാറിയിരിക്കുന്നു. ഡിസംബർ മാസമാണ്, ഇനി നമുക്ക് അങ്ങോട്ട് ആഘോഷങ്ങളുടെ കാലമാണ്. വേഗം മരുന്നൊക്കെ കഴിക്കൂ, സുഖമാകട്ടെ വേഗം.